ഇംഗ്ലീഷിൽ സെൻറ്റൻസുകളെ മെയിനായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ടെൻസ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സ്ട്രക്ചർ സെൻറ്റൻസുകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ സെൻറ്റൻസ്, രണ്ട് കോംപ്ലക്സ് സെന്റൻസ്, മൂന്ന് കോമ്പൗണ്ട് സെന്റൻസ്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഈ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇത്തരം കാര്യങ്ങൾ കാണും. അതായത് ഐ വെന്റ് ടു മാർക്കറ്റ്. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസിന് ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, വെർബേ കാണത്തുള്ളൂ. ഇതാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് സെന്റൻസ് അതായത് ഒരു പ്രിൻസിപ്പൽ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസ് പോലെ കാണും. അതായത് ഇന്റർ ഡിപ്പെൻഡന്റും ഡിപ്പെൻഡന്റും ആയിട്ട് സെന്റൻസ് കാണും. ഒരു സെന്റൻസ് ഡിപ്പെൻഡ് ആണ്, മറ്റത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. അതായത് ഈ സെന്റൻസ് തന്നെ നമുക്ക് എഴുതാം. ഐ വെന്റ് ടു market when I get leave. മനസ്സിലായോ? അല്ലെങ്കിൽ ഹോളിഡേ മാറ്റിക്കോ. ഹോളിഡേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഐ വെന്റ് ടു മാർക്കറ്റ് ഒരു പ്രിൻസിപ്പൽ ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. അത് ഇതിന് തന്നെ നിൽക്കാം ഈ സെന്റൻസിന്. പക്ഷെ ഇവിടെ നിന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കി. വെൻ ഐ ഗെറ്റ് ഹോളിഡേ, എനിക്ക് അവധി കിട്ടിയപ്പോൾ. ഇവിടെ അർത്ഥം ഐ വെന്റ് ടു, ഞാൻ മാർക്കറ്റിൽ പോയി, ഒരു പൂർണ്ണ അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ എന്താ സംഭവിച്ചത്? വെൻ ഐ ഗെറ്റ് ഹോളിഡേ, എനിക്ക് അവധി കിട്ടിയപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് അർത്ഥം. പക്ഷേ വെൻ ഐ ഗെറ്റ് എ ഹോളിഡേ, അതായത് ഈ വെൻ എന്ന് പറയുന്ന സംഭവം ഐ ഗെറ്റ് എ ഹോളിഡേ എന്നതിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അർത്ഥം ഉണ്ടാകുന്നത്. ഇതിന്റെ അർത്ഥം, ഈ വെന്നിന്റെ അർത്ഥം ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതായത് ഇതിന്റെ വെർബ് എന്ന് പറയുന്നത് ഇതാ, ഗെറ്റ്. വെൻ ഐ ഗെറ്റ് എ ഹോളിഡേ, എനിക്ക് ഒരു അവധി കിട്ടിയപ്പോൾ. അതായത് കിട്ടുക എന്ന വെർബിനെ കിട്ടിയപ്പോൾ എന്നാണ്. മനസ്സിലായോ? അപ്പം ഇത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതിന് തന്നെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചിന്തിച്ചേ, എനിക്കൊരു ഹോളിഡേ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ. അപ്പം അവിടെ കേൾക്കുന്ന ആള് സ്വാഭാവികമായിട്ട് നിൽക്കുവാണ്, എന്താ ഇനി അടുത്ത് ചെന്നപ്പോ, ഇങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ. കാരണം പൂർണ്ണ അർത്ഥം അതിനില്ല. കാരണം വെന്ന് എന്ന് പറയുന്നത് ഈ വെർബിനോട് ചേർന്നാണ് നിൽക്കുന്നത്. വെൻ ഐ സ്റ്റഡി, ഞാൻ പഠിച്ചപ്പോൾ. പഠിക്കുക എന്ന് പറഞ്ഞ് നിർത്തേണ്ടതാണ് പഠിച്ചപ്പോൾ. ഈ വെന്ന് എന്ന് പറയുന്നത് ഈ സെന്റൻസിനോട് ചേർന്നാണ് നിൽക്കുന്നത്. മനസ്സിലായോ? സെന്റൻസിന്റെ അർത്ഥത്തെ ോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിലെ വെർബിനെ അർത്ഥത്തോട്, ഗെറ്റ്. ഇനി ഇവിടെ സീ എന്നാണെങ്കിൽ വെൻ ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടപ്പോൾ. കേട്ടപ്പോൾ, കണ്ടപ്പോൾ, വന്നപ്പോൾ, ചെയ്തപ്പോൾ, ആ വെർബ് പോകുന്ന കണ്ടോ? ഈ വെന്ന എന്ന് പറയുന്നത് ആ വെർബിന്റെയോട് ചേർന്ന് നിൽക്കുക. എന്നാൽ ഇനി അടുത്തത് കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ട്. കോമ്പൗണ്ട് സെന്റൻസിന്റെ പ്രത്യേകത തന്നെയാണ്, നമ്മൾ ഈ പറയുന്ന ഈ വെന്ന് പോലെ നമ്മൾ വൈലിടും,
therefore ഇടും. ഇതൊക്കെ ഒരിക്കലും ഈ രണ്ട് സെന്റൻസുകളോടും ചേരിയല്ല. ഇത് തന്നെ നിൽക്കുക, കോമ്പൗണ്ട് തന്നെ നിൽക്കുക, സ്വതന്ത്രമായിട്ട് നിൽക്കും. ഇനി നമുക്കൊരു സെന്റൻസ് എഴുതാം. ബട്ടക്കൈന് ഉദാഹരണം ഒരു എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. I studied well. ഇതിന് മിക്കവാറും കുത്തും കോമയാണ്. Therefore I passed exam. കണ്ടോ? I studied well. ഞാൻ നന്നായിട്ട് പഠിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, അതുകൊണ്ട് ഞാൻ എക്സാമിന് പാസ്സായി. അതായത് രണ്ടും പ്രിൻസിപ്പൽ ക്ലോസ് ആണ്, തന്നെ നിൽക്കുന്ന രണ്ട് സെന്റൻസുകളാണ്. ഐ പാസ്ഡ് എക്സാം എനിക്ക് കംപ്ലീറ്റ് ആണ്, വേറെ ചോദ്യമൊന്നും ഇതിനകത്തില്ല. ഐ സ്റ്റഡീഡ് വെൽ ഞാൻ നന്നായിട്ട് പഠിച്ചു, ചോദ്യമൊന്നുമില്ല. രണ്ടും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സെന്റൻസുകളാണ്. അതുകൊണ്ട് ഈ therefore തന്നെ നിൽക്കുക. മനസ്സിലായോ? ആരെങ്കിലും ആശ്രയിക്കാതെ തന്നെ നിൽക്കുക. അതാണ് ഈ പ്രിൻസിപ്പൽ ക്ലോസും കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇതിന് അർത്ഥത്തിന് വേണ്ടിയിട്ട് ഈ വെന്നിന് ഈ വെർബിനോട് ചേർന്ന് നിന്നേ പറ്റത്തുള്ളൂ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. വേറെ ഒരു സെന്റൻസും കൂടി എഴുതാം. ഐ went to Kottayam but I didn't get bus. Train there. ഞാൻ കോട്ടയത്തിന് പോയി, പക്ഷേ എനിക്ക് ട്രെയിൻ അവിടെ കിട്ടിയില്ല. ഞാൻ ട്രെയിൻ കയറാൻ കോട്ടയത്തിന് പോയതാണ്. ഐ വെന്റ് ടു കോട്ടയം. പക്ഷേ കണ്ടോ, പക്ഷേ ഞാൻ കോട്ടയത്തിന് പോയി, പക്ഷേ എന്ന് പറഞ്ഞ പോയി എന്ന് പറയുന്ന വെർബിന്റെ കൂട്ടത്തിലോ കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന വെർബിന്റെ കൂട്ടത്തിലോ ചേർന്ന് ഈ ബട്ട് നിൽക്കുന്നില്ല. ബട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുക. ഇതാണ് കോമ്പൗണ്ട്. രണ്ട് പ്രിൻസിപ്പൽ ക്ലോസുകളാണ്. എന്ന് വെച്ചാൽ ഐ വെന്റ് ടു കോട്ടയം, അതിൽ സ്വതന്ത്രമായ അർത്ഥമുണ്ട്. ഐ വെന്റ് ടു ഞാൻ കോട്ടയം പോയി. ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ട്രെയിൻ എനിക്ക് ട്രെയിൻ കിട്ടിയില്ല. ഇങ്ങനെ രണ്ടും രണ്ട് സെന്റൻസ് ആയിട്ട് പറയാം. പക്ഷെ ഇതിനെ നമ്മൾ ഒന്നാക്കി പറഞ്ഞേക്കുക. രണ്ട് കോമ്പൗണ്ട് സെന്റൻസുകൾ, രണ്ട് പ്രിൻസിപ്പൽ സെന്റൻസുകളെ. മനസ്സിലായോ? ഇതാണ് ശരിക്കും ഇതിന്റെ ഒരു ആത്മാവെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇത് ശരിക്കും അറിയാമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ.